ഹലോ ഗൈസ്. സോ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലട്ടറിൻ്റെയും ഡാർട്ടിൻ്റെയും സീരീസ് ആണ്. സോ ഫ്ലട്ടർ ഡാർട്ടിനെ പറ്റി കൂടുതൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് flutter.devൽ അവരുടെ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഫ്ലട്ടർ വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻസ്, സോ ഫ്ലട്ടറിനെ പറ്റി അവർ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ: ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ഫോർ ബിൽഡിംഗ് ബ്യൂട്ടിഫുൾ നേറ്റീവ്ലി കമ്പൈൽഡ് മൾട്ടി പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ഫോർ എ സിംഗിൾ കോഡ് ബേസ്. എന്തെന്നാൽ നമുക്കൊരു സിംഗിൾ കോഡ് ബേസിൽ മൾട്ടി പ്ലാറ്റ്ഫോം ആപ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എക്സാമ്പിൾ ആൻഡ്രോയിഡ്, iOS, വെബ്, ലിനക്സ്, വിൻഡോസ് എല്ലാ ആപ്ലിക്കേഷൻസും നമുക്കൊരു സിംഗിൾ കോഡ് ബേസിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഫ്ലട്ടറിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ്. സോ ഫ്ലട്ടർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്. സോ നമ്മൾ ആപ്സ് എല്ലാം ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ എക്സ്പീരിയൻസ് നമുക്ക് ഫ്ലട്ടർ ഉപയോഗിച്ച് നേടാൻ സാധിക്കും. സോ ഫ്ലട്ടർ ആക്ച്വലി നമ്മൾ ഫ്ലട്ടർ ഒരു ഫ്രെയിം വർക്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലട്ടറിനകത്ത് നമ്മൾ ഒരുപാട് ലോജിക്സ് ഒക്കെ എഴുതില്ലേ, അത് നമ്മൾ ആക്ച്വലി ഡാർട്ട് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. സോ ഫ്ലട്ടർ കംസ് വിത്ത് ഡാർട്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഡാർട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. സോ ഡാർട്ട് പഠിച്ചാൽ ഫ്ലട്ടർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ ആ ഊപ്സ് കോൺസെപ്റ്റ് ഒക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, ക്ലാസ്, ഫങ്ഷൻസ്, സോ അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലട്ടർ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഡാർട്ടാണ് അതിൻ്റെ കോർ ഫങ്ഷനാലിറ്റീസ് നമ്മൾ എഴുതുന്നത് ഡാർട്ടിലാണ്. സോ നമുക്ക് ഡാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡാർട്ട് പാഡിലേക്ക് പോവാം. സോ ഡാർട്ട് പാഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു സിമ്പിൾ പ്രോഗ്രാം അവർ കൊടുത്തിട്ടുണ്ട്, ഒരു ജസ്റ്റ് ഫോർ ലൂപ്പിൽ. നമ്മളത് ഇപ്പോൾ ജസ്റ്റ് അത് നമുക്കിപ്പോൾ വേണ്ട. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വേരിയബിൾസിനെ പറ്റിയാണ്. സോ ഫ്ലട്ടറിൽ ഇപ്പോൾ നിങ്ങൾ അതർ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലാവും നിറയെ വേരിയബിൾസ് ആൻഡ് ടൈപ്സ് ഉണ്ട്. സോ ഇതിൽ ഇൻറ്റീജേഴ്സ് നമ്മൾ ഇൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇൻറ്റ് a ഈസ് ഈക്വൽ ടു 5. സോ ഇതൊരു ഇൻറ്റീജർ ആണ്. നമ്മളിതിപ്പോൾ പ്രിൻ്റ് ചെയ്താൽ പ്രിൻ്റ് a, സോ നമുക്കിവിടെ 5 എന്ന് വന്നു. 5ൻ്റെ റൺ ടൈം ടൈപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. റൺ ടൈം ടൈപ്പ്, സോ അത് ഇൻറ്റീജർ ആണ്. നമുക്ക് റൺ ടൈം ടൈപ്പിൽ ഇൻറ്റീജർ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. സോ അതൊരു ഇൻറ്റീജർ ടൈപ്പ് വേരിയബിൾ ആണ്. സോ നമ്മളൊരു ഇൻറ്റീജർ അല്ല, ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈപ്പ് നമ്മൾ ഇനിഷ്യലി ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ ഇൻറ്റീജർ ആണ് ഇൻറ്റീജർ, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്. സോ ഇതിൻ്റെ താഴെ നമ്മളൊരു സ്ട്രിങ് കൂടെ കൊടുക്കാം, ഒരു വേരിയബിൾ സ്ട്രിങ് നെയിം ഈസ് ഈക്വൽ ടു ഫ്ലട്ടർ. ഓക്കെ, സോ ഈ രണ്ട് വേരിയബിൾ നമ്മൾ നോക്കുമ്പോഴും എ എന്ന വേരിയബിളുടെ ടൈപ്പ് ഇൻറ്റീജർ ആണ്. സോ നമ്മൾ ഇൻ്റ് എന്ന് കൊടുത്തു. സോ നമ്മൾ ടൈപ്പ് കൊടുത്തത് കൊണ്ട് ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. എ എന്ന് പറയുന്ന
വേരിയബിൾ ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഇവിടെ ഒരു സ്ട്രിങ് കൊടുക്കാൻ ട്രൈ ചെയ്താൽ അവിടെ എറർ ആയിരിക്കും വരുന്നത്. കണ്ടോ? എ വാല്യൂ ഓഫ് സ്ട്രിങ് ക്യാൻ ബി അസൈൻഡ് ടു എ വേരിയബിൾ ടൈപ്പ് ഓഫ് ഇൻറ്റ്. നമുക്ക് ഇൻറ്റീജറിലോട്ട് ഇൻറ്റീജർ ടൈപ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സെയിം ഫോർ അതർ വേരിയബിൾസ് ആസ് വെൽ. സോ സ്ട്രിങ്ങിലേക്ക് നമുക്ക് സ്ട്രിങ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ സെയിം എറർ വരും. ഇൻ ക്യാൻ ബി അസൈൻഡ് ടു എ വേരിയബിൾ ടൈപ്പ് ഓഫ് സ്ട്രിങ്. സോ ഇത്രയേ ഉള്ളൂ വേരിയബിൾസിൻ്റെ ഡിക്ലറേഷൻ. നമുക്ക് പല രീതിയിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും വേരിയബിൾസിനെ. സോ നമ്മൾ ഇപ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇത് ഇനിഷ്യലൈസ് ചെയ്തിട്ടാണ്. സംഭവം വാല്യൂ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴേ വാല്യൂ അതിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി. നമ്മൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ലേറ്റർ നമുക്കിതിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമ്മളിവിടെ ആ വേരിയബിൾ മാത്രം കോൾ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ഒന്നും കൊടുക്കണ്ട, നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിളിനെ കോൾ ചെയ്ത് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കത് പ്രിന്റ് ചെയ്യാം. സോ അത് പ്രിന്റ് ആയിട്ടുണ്ട്. സെയിം ഫോർ സ്ട്രിങ്. നമ്മളിപ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ, നമ്മളിതുവരെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. സോ നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. സോ ആ സ്ട്രിങ് നെയിം കണ്ടെയ്ൻ ചെയ്യുന്നത് ഒരു നൾ വാല്യൂ ആണ്. സോ നമുക്ക് ആ പ്രിന്റിൽ നൾ വാല്യൂ മാത്രമേ നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്യില്ല, ഒരു നോൺ നള്ളബിൾ വാല്യൂ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ടു സ്ട്രിങ് കൊടുത്തിട്ട് അതൊന്ന് പ്രിന്റ് ചെയ്താൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. സോ സെയിം എററാണ് വരുന്നത്. നമുക്ക് ഇനി ഇത് അസൈൻ ചെയ്തിട്ട് വാല്യൂ പ്രിന്റ് ചെയ്യാം. സോ നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി പ്രിന്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ പ്രിന്റ് ആവുന്നതാണ്. സോ ഇപ്പോൾ ആ വേരിയബിളിൽ ഒരു വാല്യൂ ഉണ്ട്, നൾ വാല്യൂ ഇല്ല. ഇപ്പം നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്യാതെ, ഇതിപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, 2 സ്ലാഷ് നമ്മൾ കൊടുത്താൽ അത് കമൻ്റ് ആണ്. സോ ഇപ്പോൾ നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നില്ല, ആ വാല്യൂ അസൈൻ ചെയ്യുന്നത് നമ്മൾ കമൻറ്റ് ചെയ്ത് വെച്ചെടുക്കുകയാണ്. സോ ഇപ്പോൾ ആ നെയിം നള്ളാണ്, ആ നെയിമിൽ വാല്യൂസ് ഇല്ല. സോ അതൊരു നൾ വേരിയബിൾ ആണ്. ആ ടൈപ്പ് സ്ട്രിങ് ആണ്, പക്ഷെ അതൊരു നൾ വാല്യൂ ആണ്. സോ നമ്മൾ ലേറ്റർ അതിനൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴാണ് ആ വേരിയബിൾ ഇപ്പോൾ ഒരു വാല്യൂ ഉണ്ട്, അത് നോൺ നള്ളബിൾ വാല്യൂ ആണ് ഇപ്പോൾ. സോ ഇപ്പോൾ അത് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ആവും. സോ എല്ലാ വേരിയബിൾസിൻ്റെയും കേസിൽ ഇത് തന്നെയാണ്, പക്ഷെ ടൈപ്പ് മാത്രം ചേഞ്ച് ആവും. ഫ്ലട്ടറിൽ നിറയെ ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട്, നമ്മളെല്ലാം കവർ ചെയ്യുന്നതാണ് 1 by 1. ഇപ്പം നമ്മൾ ഇൻറ്റീജർ കവർ ചെയ്ത്, സ്ട്രിങ് കവർ ചെയ്ത്, സെയിം സെയിം പോലെയാണ് നെക്സ്റ്റ് ഡബിൾ. സോ
സോ നമ്മൾ ഫസ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ കൊടുക്കാം നമുക്ക്. സോറി 2.5. ഓക്കെ. സോ ഡബിൾ മോസ്റ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ഉള്ള വാല്യൂസ് ആണ്. സോ ഒരു ഡബിൾ വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. 2.5, 10.5 അങ്ങനെ പോയിന്റ് വൈസ് വരുന്നത് നമുക്ക് ഡബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി ഡബിൾസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ കറൻസി പേയ്മെൻറ്റ്സ്, സോ ആ കേസിലൊക്കെ നമുക്ക് പോയിന്റ് വാല്യൂസ് വരും. നമ്മളൊരു മെഷർമെൻറ്റ്സ് അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ മോസ്റ്റ്ലി ഡബിൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ നമുക്ക് ആ പോയിന്റ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ കേസിൽ നമ്മൾ ഡബിൾ ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ആ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പോവാണ്. സോ 2.5 ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. നമ്മൾ റൺ ടൈം ടൈപ്പ് ചെക്ക് ചെയ്താലും ഡബിൾ എന്നായിരിക്കും അത് വരുന്നത്. സോ നമ്മൾ ഈ റൺ ടൈം ടൈപ്പ് കൊടുക്കുന്നത് കൊണ്ട് നിറയെ യൂസ് ഉണ്ട്. ഈ സം കേസസിൽ നമുക്ക് എറർ വരും, ഈ ടൈപ്പ് എറർ വരും. ടൈപ്പ് എറർ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എവിടാണ് എറർ വരുന്നത്. ഇപ്പോൾ ഈ വാല്യൂ എന്ത് ടൈപ്പിലാണ് വരുന്നതിന് കൊണ്ടാണ് എറർ വരുന്നതെന്ന് നമുക്ക് ഇപ്പോൾ സംശയമുള്ള വേരിയബിൾസ് എല്ലാം പ്രിന്റ് ചെയ്ത് ഒരു ഡീബഗ് യൂസ് ചെയ്ത് നമ്മൾ പ്രിന്റ് വെച്ചിട്ട് ആ വാല്യൂ പ്രിന്റ് ചെയ്തിട്ട് അതിൻ്റെ ടൈപ്പ് ഏതാ വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ ഈസി ആയിട്ട് ഡീബഗ് ചെയ്യാൻ പറ്റും. സോ ആ കേസിലൊക്കെ നമുക്ക് ഈ റൺ ടൈം ടൈപ്പ് യൂസ് ആവുന്നുണ്ട്. സോ നമുക്ക് മുകളിൽ പറഞ്ഞ പോലെ തന്നെ ആ വാല്യൂ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു 2.5 കൊടുത്തിട്ടുണ്ട്. ഇപ്പം താഴെ നമ്മൾ ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആ വേരിയബിൾ സെയിം വേരിയബിൾ കോൾ ചെയ്തിട്ട് അത് ഞാൻ ഒരു 3.5 ആക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രിന്റ് ചെയ്യാം. സോ നമ്മൾ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ആ സ്ട്രിങ്ങിനുള്ളിൽ ഇപ്പോൾ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുൻപ് എങ്ങനെയാ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്തേക്കുമായിരുന്നു. ഇപ്പം നമ്മൾ അതിനകത്തൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ആ മെസ്സേജിൻ്റെ കൂടെ ആ വേരിയബിൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു ഡോളർ സിമ്പൽ കൊടുത്തിട്ട് വാല്യൂ ആ വേരിയബിൾ കോൾ ചെയ്യാൻ പറ്റും നമുക്ക്. സോ നമുക്ക് ആ മെസ്സേജിൻ്റെ കൂടെ തന്നെ ആ വേരിയബിളിൻ്റെ വാല്യൂസും കൊടുക്കാം. സോ ബിഫോർ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ആഫ്റ്റർ എന്ന് ചേഞ്ച് ചെയ്തു. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്തൊക്കെ വാല്യൂസ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. സോ ആസ് യു ക്യാൻ സി before it was 2.5, now it's 3.5. So we can change the values of that variable. നമുക്ക് ആ വേരിയബിൾ ലേറ്റർ കോൾ ചെയ്തിട്ട് എവിടെ വേണേലും കോൾ ചെയ്തിട്ട് ആ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. സോ ഞാനിപ്പോൾ അത് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്തു. സോ ഇതും നമുക്ക് വേരിയബിൾസിനെ പല ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ അതിലൊരു ടൈപ്പാണ് ഫൈനൽ. നമ്മൾ ഫൈനൽ ഡിക്ലെയർ ചെയ്തിട്ട് അതിനൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റർ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. സോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളത് കോൺസ്റ്റ് കൊടുത്താലും സെയിം എററാണ് വരുന്നത്. സോ ആ വാല്യൂ ആ വേരിയബിളിൻ്റെ ആ വാല്യൂ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം സെയിം ആയിരിക്കണം. അതിനാണ് നമ്മൾ ഇപ്പോൾ ലേറ്റർ നമ്മൾ ആക്സിഡൻ്റലി എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഇതൊരു ഈസി മെത്തേഡാണ്. സോ കോൺസ്റ്റ് കൊടുത്താലും നമുക്കിവിടെ എറർ വരുന്നുണ്ട്. നമുക്ക് ലേറ്റർ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല അതിൻ്റെ വാല്യൂ. നമ്മൾ റൺ ചെയ്താലും എറർ ആയിരിക്കും വരുന്നത്.
സോ നമുക്ക് ആ വേരിയബിൾ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. നമ്മൾ ആ കോൺസ്റ്റ് എടുത്ത് കളഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പല രീതിയിൽ നമുക്കൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അത് കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. മോസ്റ്റ്ലി നമ്മൾ ഓരോ ആപ്സിൽ നമ്മളോരോ സ്ട്രിങ്സ് അത് ലെറ്റർ നമ്മൾ കവർ ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് വേരിയബിൾസിനെ പല ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യാമെന്ന് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഡബിളിനെ കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ചെക്ക് ചെയ്തു, ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്ത് ചെക്ക് ചെയ്തു. സോ നമ്മൾ ഈ ഫൈനൽ കോൺസ്റ്റന്റ് ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. സ്റ്റാറ്റിക്. സോ നമുക്കിവിടെ സ്റ്റാറ്റിക് യൂസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വേരിയബിളിലേക്ക് പോകാം. നെക്സ്റ്റ് ബൂളിയൻ. ബൂളിയനിൽ ആക്ച്വലി 2 ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് വരുന്നത്. നമുക്ക് എയ്തർ ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, എയ്തർ ട്രൂ ഓർ ഫോൾസ് നമുക്ക് കൊടുക്കാം. സോ നമുക്കിതെല്ലാം കമന്റ് ചെയ്തിട്ട് കൺട്രോൾ/ കൊടുത്താൽ ആ ലൈന് നമ്മൾ കമന്റ് ആവുന്നതാണ്. ആ ലൈനിൽ വെച്ചിട്ട് കൺട്രോൾ/ വീണ്ടും കൊടുത്താൽ അൺകമന്റ് ആവുന്നതാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഈ ബൂളിയൻ വാല്യൂ പ്രിന്റ് ചെയ്ത് നോക്കാം. ട്രൂ എന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കത് ഫോൾസ് ആക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ നെക്സ്റ്റ് നമുക്ക് സെയിം, നമുക്ക് വാല്യൂസിനെ ലെറ്റർ നമുക്ക് ഓൾട്ടർ ചെയ്യാം. സെയിം ലൈക്ക് the syntax goes for every variable is same, but like ടൈപ്പ് മാത്രം ചേഞ്ച് ആവും. ഓക്കെ, സോ വേരിയബിൾസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് യൂസ് ചെയ്താണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്, ഒരു ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത്. സോ നമുക്കിപ്പോൾ ഒരു ടൈപ്പ് ടൈപ്പ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യണ്ട, ഒരു ഡൈനാമിക് ആയിട്ടുള്ള വാല്യൂ ആണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ഇൻറ്റീജർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു സ്ട്രിങ് ആയിരിക്കാം. അത് ലേറ്റർ ആയിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ ഫംഗ്ഷനകത്ത്. സോ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഡൈനാമിക് വാല്യൂ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് വാർന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. നമുക്കൊരു ടെമ്പററി വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഡൈനാമിക് വാല്യൂ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് എയ്തർ ബൂളിയൻ, എയ്തർ ഡബിൾ, എയ്തർ അല്ലെങ്കിൽ സ്ട്രിങ്, ഇൻറ്റീജർ, എന്ത് ടൈപ്പ് ഓഫ് വാല്യൂസ് വേണേലും നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം. സോ ഞാനിവിടെ
ഇത് ഇനിഷ്യലി ഇപ്പോൾ നമ്മൾ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഒരു നൾ വാല്യൂ ആയിരിക്കും അത് ആ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വാല്യൂ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വാറെന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമുക്ക് നേരത്തെ കാണിച്ച എറർ ഇവിടെ വരുന്നില്ല. സോ നമ്മളിവിടെ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ആ വേരിയബിള് മസ്റ്റായിട്ട് ഒരു ടൈപ്പ് ഓഫ് വാല്യൂ ഹോൾഡ് ചെയ്യണമെന്ന് അത് നിർബന്ധം കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഇത് പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ എടുത്ത് കളഞ്ഞാൽ അവിടെ എറർ വരുന്നുണ്ട്. സോ നമ്മൾ അവിടെ ഒരു ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിന് അറിയാം ഇതൊരു നോൺ നള്ളബിൾ വാല്യൂ ആയിരിക്കണം. സോ ഒരു ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്മളൊരു നമുക്ക് നള്ളായിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം നമുക്ക് ആ വേരിയബിളിനെ. ഇപ്പം ആ എറർ പോയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വേരിയബിൾ, ആ ഡബിൾ എന്നുള്ള വേരിയബിളിന് നൾ വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതൊരു നൾ വാല്യൂ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇതാണ്. ആ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിന്, ഡബിൾ ആയിട്ടുള്ള വേരിയബിളിന് നൾ വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു നൾ ഹാൻഡിൽ കൊടുത്തിട്ടില്ലെങ്കിൽ, സോ അവിടെ ആ ഒരു വേരിയബിളിന് നൾ വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവാം നൾ ഹാൻഡ്ലിങ്. ഓക്കെ, നമുക്കിപ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള വേരിയബിൾസിലേക്ക് വരാം. ഓക്കെ, ഈ ടെമ്പററി വാല്യൂ ഇപ്പോൾ ഹോൾഡ് ചെയ്യിക്കുന്ന ഒരു നൾ വാല്യൂ ആണ്. സോ നമുക്കതിന് ഇപ്പം എനിക്കൊരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്തു, പ്രിന്റ് ചെയ്തു, അതൊരു ഇൻറ്റീജർ വാല്യൂ ആണ്. സോ നമുക്ക് അതിൻ്റെ താഴെ റൺ ടൈം ടൈപ്പും ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഒരു ഇൻറ്റീജർ ആണ്. നമുക്ക് നെക്സ്റ്റ് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാം. സോ ഇപ്പോൾ അതൊരു സ്ട്രിങ് വാല്യൂ സ്ട്രിങ് ആയിട്ടുണ്ട്. സോ നമ്മൾ ടൈപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ റൺ ടൈം ടൈപ്പ് അത് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ സ്ട്രിങ് വാല്യൂ ആണ് അതിന് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ സെയിം നമുക്കൊരു ബൂളിയൻ വാല്യൂ വേണേലും സ്റ്റോർ ചെയ്യാം. സോ നമ്മൾ വാറെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താൽ, ആ വേരിയബിൾ വാറെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താൽ നമുക്കതിൽ ഡൈനാമിക് ആയിട്ട് വാല്യൂ സ്റ്റോർ ചെയ്യും. ഏത് ടൈപ്പുള്ള വാല്യൂസ് വേണേലും നമുക്ക് ആ ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യാം. സോ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ റൺ ടൈം ടൈപ്പ് യൂസ് ആകുന്നുണ്ട്. സോ നമ്മളിവിടെ ആ പ്രോഗ്രാമിൽ നമ്മൾ ഓൾട്ടർ ചെയ്ത് ആ വേരിയബിൾ സ്റ്റോർ ചെയ്ത് പോയാലും അറ്റ് ദ എൻഡ് നമ്മൾ ഡീബഗ് ചെയ്യുമ്പോൾ അതിൽ ഏത് വാല്യൂ ആണ് കണ്ടെയ്ൻ ആയേക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് കണ്ടെയ്ൻ ആയേക്കുന്നതെന്ന് നമുക്ക് ഡീബഗ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. സോ കണ്ടോ, ഈ ഡാർട്ട് പ്രോഗ്രാമിൽ ഇത് 1 by 1 ആണ് എക്സിക്യൂട്ട് ആവുന്നത്. സോ നമ്മളിവിടെ ഈ ലൈനിൽ നമ്മളത് ട്രൂ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിൽ നമ്മളത് ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒരു ബൂളിയൻ വാല്യൂ അസൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് അത് പ്രിന്റ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ടാണ് ഒരു 20 ഇൻറ്റീജർ വന്നിരിക്കുന്നത്. നമ്മൾ ഇൻ ബിറ്റ്വീന് പ്രിന്റ് ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ആ പ്രിന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നമുക്ക് രണ്ടും പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ ആസ് യു ക്യാൻ സീ, ഈ പ്രിന്റ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്, ട്രൂ ബൂളിയൻ. നമ്മൾ നെക്സ്റ്റ് അത് പ്രിന്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതൊരു ഇൻറ്റീജറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കതൊരു ഇൻറ്റീജർ 20 ആ വാല്യൂ വന്നിട്ടുള്ളത്. നമ്മൾ 20 ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ വേരിയബിൾ var യൂസ് ചെയ്താലുള്ള ഗുണം. സോ നെക്സ്റ്റ് നമുക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് നള്ളബിൾ വേരിയബിൾസിലേക്ക് പോവാം. സോ നമുക്കത് ത്രൂ ഔട്ട് പ്രോഗ്രാംസ് നിറയെ യൂസ് ആകും മോസ്റ്റ്ലി. സോ നമുക്ക് നെക്സ്റ്റ് ഒരു നള്ളബിൾ വേരിയബിൾസിലേക്ക് പോവാം. സോ നമ്മൾ ഇൻറ്റ് സോ ഒരു നള്ളബിൾ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഇതാണ് സിൻടാക്സ്. ഇൻറ്റ് ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേരിയബിൾ നെയിം, നമ്മൾ ടൈപ്പ് നെക്സ്റ്റ് വേരിയബിൾ നെയിം നമ്മൾ കൊടുക്കുകയാണ്, ഏജ് എന്ന് കൊടുത്തു. സോ നമ്മൾ ഡിക്ലെയർ ചെയ്തു. സോ ഈ ഈ ഏജ് നമുക്ക് നള്ളായിട്ടും സ്റ്റോർ ചെയ്യാം. സോ നൾ വാല്യൂ വന്നാലും നമുക്ക് എറർ വരില്ല പ്രോഗ്രാമിൽ. സോ നമ്മളിപ്പോൾ ആ ഏജ് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എറർ വരും. ആ ടൈമിൽ നമ്മൾ നൾ ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഫങ്ഷൻസ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ആ നൾ ചെക്കും കവർ ചെയ്യുന്നതാണ്. സോ ഏജ് നമ്മൾ ഏജ് ഇപ്പോൾ പ്രിന്റ് ചെയ്യാൻ പോവാണ്. സോ 24 നമ്മളിപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല, ഞാൻ അത് കമൻറ്റ് ചെയ്ത് വെക്കുവാണ്. സോ ഇത് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ലൈൻ ഇത് എക്സിക്യൂട്ട് ആവില്ല. സോ നമുക്ക് ഏജ് നള്ളെന്നായിരിക്കും വരുന്നത്. സോ നള്ള് വരുന്നതെന്ന് വെച്ചാൽ ആ വേരിയബിൾ ഇപ്പോൾ ഒരു നൾ വാല്യൂ ആണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ആ വേരിയബിളിന് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. സോ നെക്സ്റ്റ് നമ്മൾ ഇതിപ്പോൾ അൺകമൻറ്റ് ചെയ്താൽ ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 24 എന്നുള്ള ഒരു വാല്യൂ ആ വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് ആ വേരിയബിൾ നോ ലോങ്ങർ എ നൾ വാല്യൂ. സോ ഒരു നൾ വേരിയബിൾ ഇല്ല. സോ 24 സെയിം നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രിങ് ആയിക്കോട്ടെ, ബൂളിയൻ ആയിക്കോട്ടെ, ഡബിൾ ആയിക്കോട്ടെ, നമുക്കിതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടൈപ്പ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ വേരിയബിൾ നെയിം. ഇതായിരിക്കും വേരിയബിളിൻ്റെ നെയിം. നമ്മൾ ത്രൂ ഔട്ട് പ്രോഗ്രാം ഇതായിരിക്കും ആക്സസ് ചെയ്യുന്നത്, ഈ വേരിയബിൾ നെയിം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നെയിമായിട്ട് മാത്രം ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, കാരണം എറർ വരും. നമ്മളൊരു ടൈപ്പ് കൊടുത്തിട്ടില്ല, വേറെ എവിടെയും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല ആ വേരിയബിൾ. സോ നമുക്ക് ഡിക്ലെയർ ചെയ്യാണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല ആ വേരിയബിൾ. അത് ഏത് ടൈപ്പാണെന്നറിയില്ല. സോ അതിനൊരു വാല്യൂ നമ്മളിങ്ങ് കൊടുത്തിട്ടില്ല, അത് യൂസ് ചെയ്തിട്ടില്ല. സോ നമുക്കത് യൂസ് ചെയ്യാനും പറ്റില്ല ആ വേരിയബിൾ. നമ്മൾ ഇൻ കേസ് ആ പ്രോഗ്രാം അത് യൂസ് ചെയ്യുന്നതിന് മുൻപ്, ആ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. എയ്തർ ഇനിഷ്യലൈസ് ഓർ ഡിക്ലെയർ നമ്മൾ ചെയ്തിരിക്കണം. സോ നമുക്കിപ്പോൾ അതൊരു നൾ വേരിയബിൾ ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സോ നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്തു, ആ എറർ പോയിട്ടുണ്ട്. സോ ആസ് യു ക്യാൻ സി, താഴെ 24 പ്രിൻ്റ് അയക്കുന്നത് ഇതിൻ്റെയാണ്. ഇപ്പോൾ നെയിം ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു നൾ വാല്യൂ ആണ്. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇറ്റ്സ് നോ ലോങ്ങർ എ നൾ വാല്യൂ. നമ്മളത് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ വേരിയബിളിന് ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
സോ ഇതിന് പറയുന്ന നമ്മൾ വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്തുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. സോ സെയിം നമ്മൾ നെക്സ്റ്റ് വേരിയബിൾസിനെല്ലാം ഈ സെയിം സിൻടാക്സ് അപ്ലൈ ആവുന്നുണ്ട്. ബൂളിയൻ നമ്മൾ ചെയ്ത പോലെ ബൂളിയനും അക്സെപ്റ്റ് ആകും. സോ സെയിം വാറിന് നമ്മൾ യൂസ് ചെയ്യാറില്ല, ഡബിളിനും സെയിം യൂസ് ആവും. ഓക്കെ, വാറിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ്സ് ഓൾറെഡി it's a dynamic value, so it can hold null value either like integer, string, boolean, double, ഏത് ടൈപ്പ് വാല്യൂസ് വേണേലും നമ്മൾ ഈ വേരിയബിൾ വാറെന്ന് ഡിക്ലെയർ ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മൾ അതൊരു നള്ളബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ലേറ്റർ നമുക്ക് നൾ ചെക്ക് ചെയ്യാൻ പറ്റും വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്താലും. ഇപ്പം നമുക്കിത് ഈ വാല്യൂ ഇൻറ്റീജർ തന്നെ ആകണം, സോ അങ്ങനെ ഒരു കേസിൽ നമ്മൾ അതിനൊരു ടൈപ്പ് കൊടുത്തായിരിക്കും നമ്മളത് ഡിക്ലെയർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസിലേക്ക് പോവാം. ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. സോ ഇതിപ്പോൾ ഒരു ഫങ്ഷൻ ആണ്, വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഡാർട്ട് മെയിൻ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ മെയിൻ ഫങ്ഷൻ ആയിരിക്കും. നമ്മൾ മെയിനിൽ എന്തൊക്കെ കൊടുക്കുന്നോ, എന്തൊക്കെ ഫങ്ഷൻസ് കോൾ ചെയ്യുന്നോ, എന്തൊക്കെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നോ, അതൊക്കെ ആയിരിക്കും ഈ ഡാർട്ട് കമ്പൈൽ ചെയ്യുന്നത്. സോ നമുക്ക് ഈ വോയിഡ് മെയിൻ ഈ വേരിയബിൾ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് താഴെ ഒരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യാം. സോ നമ്മൾ ഇപ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത പോലെ തന്നെ ഒരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴും നമുക്കൊരു ടൈപ്പ് കൊടുക്കാൻ പറ്റും. ഈ വോയിഡ് എന്ന് കൊടുക്കുന്നത് ആ ഫങ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, പക്ഷെ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് പ്രോഗ്രാം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇപ്പം നമുക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും അതൊരു വോയിഡ് ഫങ്ഷൻ ആണ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെന്നാണ് അർത്ഥം. നമുക്ക് ഗെറ്റിംഗ് നെയിംസ്. ഓക്കെ, നമ്മൾ ഒരു വേരിയബിൾ ഇത് ഫങ്ഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു സിൻടാക്സ് ആണ് ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യും. സോ നമ്മളൊരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഒരു എം ടി ഫങ്ഷൻ. സോ നമ്മൾ ഈ ഫങ്ഷന് ഇതിനകത്ത് നമ്മളൊരു സ്ട്രിങ് നെയിം 1 ജോൺ, സ്ട്രിങ് നെയിം 2 സാം. ഓക്കെ, നമ്മളൊരു രണ്ട് വേരിയബിൾ ഇത് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് പ്രിന്റ് ചെയ്യാം, ഒരു വേരിയബിൾ. നമ്മൾ നെയിം 1 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഒന്നും പ്രിന്റ് ആയിട്ടില്ല, കാരണം നമ്മൾ ഈ ഫങ്ഷൻ കോൾ ചെയ്തിട്ടില്ല എവിടെയും. സോ ഡാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓൺലി മെയിൻ ആണ്. നമ്മൾ മെയിനിൽ എന്തൊക്കെ ഫങ്ഷൻസ് കോൾ ചെയ്യുന്നോ അത് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഡാർട്ട് 1 ബൈ 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. സോ മെയിൻലി ഈ മെയിൻ ഫങ്ഷൻ ആണ് നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കോൾ ആകുന്നത്. സോ നമ്മൾ ഈ ഫങ്ഷൻ ഇപ്പോൾ നമുക്ക് മെയിനിൽ കോൾ ചെയ്യണം.
ഫങ്ഷൻ കോൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫങ്ഷൻ നെയിം കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെമി കോളൻ. സോ നമ്മളിപ്പോൾ ഫങ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പോൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ ആ മെയിനിൽ നമ്മൾ ആ ഫങ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ നെയിം ഇപ്പോൾ പ്രിന്റ് ആകണം. സോ നമുക്ക് ആ ജോൺ എന്നുള്ള നെയിം പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് നെയിമും പ്രിന്റ് ആക്കാം. സോ സാമും പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ട് നെയിമും നമുക്ക് പ്രിന്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വോയിഡ് ഫംഗ്ഷൻ ആണ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല ഈ ഫംഗ്ഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന വേരിയബിൾസിനെ മാത്രം പ്രിന്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ മെയിനിൽ ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്, സ്ട്രിങ്. അത് നമ്മൾ കോമൺ നെയിം എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. സോ നമുക്കതൊരു നള്ളബിൾ സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, സോ എനിക്ക് ആ നെയിം ഈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് വരണം, റിട്ടേൺ ചെയ്ത് വരണം. സോ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രിങ് ആണ്, അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ മസ്റ്റായിട്ടൊരു സ്ട്രിങ് വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. നമ്മളിപ്പോൾ ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. നമുക്ക് ഈ നെയിം 1 റിട്ടേൺ ചെയ്യാം. ഓക്കെ, നെയിം 1 റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രിന്റ് ഒഴിവാക്കാം. നമുക്ക് ഇപ്പോഴത്തേക്ക് സോ ഒന്നും പ്രിന്റ് ആയിട്ടില്ല, കാരണം നമ്മളിവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഫംഗ്ഷൻ മാത്രം കോൾ ചെയ്തിട്ടേ ഉള്ളൂ. സോ നമുക്ക് ഈ നെയിമിലേക്ക് നമുക്ക് ഈ റിട്ടേൺ ചെയ്തേക്കുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാം. നെയിം ഈസ് ഈക്വൽ ടു ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. സോ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിലൊരു സ്ട്രിങ് വാല്യൂ ഉണ്ട്, അതിലൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമ്മളിവിടെ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ട് ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈ നെയിമിലേക്ക് സ്റ്റോർ ആവും. ആ നെയിമിലേക്ക് സ്റ്റോർ ആയിട്ട് നമ്മളിവിടെ താഴെ പ്രിന്റ് ചെയ്ത് നോക്കും. സോ ഈ നെയിം ഈ പ്രിന്റ് ആകുമ്പോൾ നമുക്ക് ഈ നെയിം 1, ഈ ജോൺ എന്നുള്ള വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ആയിട്ട് നമുക്ക് ഈ നെയിമിലേക്ക് സ്റ്റോർ ആയിട്ട് ഇവിടെ പ്രിന്റ് ആകണം. സോ ജോൺ നമുക്ക് പ്രിന്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ അതൊരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ അതൊരു സ്ട്രിങ് ടൈപ്പാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു ബൂളിയൻ ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അത് ബൂളിയൻ ആയിട്ട് ചേഞ്ച് ചെയ്തു അതിൻ്റെ ടൈപ്പ്. സോ എറർ വരുന്നത് കാരണം നമ്മൾ സ്ട്രിങ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബൂളിയൻ ടൈപ്പ് കൊടുത്താൽ അത് മസ്റ്റായിട്ടൊരു ബൂളിയൻ വാല്യൂ ആയിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, ട്രൂ, എയ്തർ ട്രൂ ഓർ ഫോൾസ് ബൂളിയൻ വാല്യൂ. നമുക്ക് ഇവിടെ എറർ വന്നതിൻ്റെ കാരണം ഇതൊരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിൽ സ്ട്രിങ് ടൈപ്പ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ ഒരു ബൂളിയൻ ടൈപ്പ് ആണ്. സോ ഇത് ബൂളിയൻ വേരിയബിളിലേക്ക് മാത്രമേ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ബൂളിയൻ
വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് കമൻറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഇനി ഈ വേരിയബിൾ പ്രിൻ്റ് ആയാൽ ട്രൂ എന്നായിരിക്കും പ്രിൻ്റ് ആകുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. നമ്മളിപ്പോൾ വേരിയബിൾസ് പഠിച്ച പോലെ തന്നെ സ്ട്രിങ്, ബൂളിയൻ, ഇൻറ്റീജർ, ഡബിള്, അങ്ങനെ നിറയെ ടൈപ്സ് ഓഫ് റിട്ടേൺ ചെയ്യുന്ന ഫങ്ഷൻസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇപ്പോൾ ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ വാല്യൂ യൂസ് ചെയ്യാനും നമ്മൾ പഠിച്ചു. പ്രിന്റ് ചെയ്ത് നോക്കാം, അതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യാം. സോ നിങ്ങൾ ഇതുപോലെ കുറച്ച് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് വാല്യൂസ് റിട്ടേൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിപ്പോൾ റിട്ടേൺ ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ടൈപ്പ് കൊടുക്കാണ്ടും ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഒരു വാല്യൂ. ഓക്കെ, സോ അത് ട്രൂ പ്രിൻ്റ് ആയിട്ടുണ്ട്, കാരണം ഇതൊരു ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് വാല്യൂ അതിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്ട്രിങ് വാല്യൂ കൊടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എറർ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് ടൈപ്പ് ആണ്. ജോൺ എന്നാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്, പക്ഷെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ബൂളിയൻ വാല്യൂയിലേക്കാണ്. സോ അത് നമ്മൾ ഇപ്പോൾ നമ്മൾ ആക്ച്വലി എഡിറ്റ് ചെയ്യുമ്പോൾ എറർ ഒന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ റണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് എറർ വരും. കാരണം അതൊരു ബൂളിയൻ വാല്യൂ ആണ് എക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൂളിയൻ വാല്യൂ വരുമെന്ന് എക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്ട്രിങ് വാല്യൂ കൊടുത്താൽ ആ വേരിയബിൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഒരു ബൂളിയൻ ആയിട്ടാണ്. സോ അതുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് നമുക്ക് എറർ വന്നിരിക്കുന്നത്. സോ ഇങ്ങനൊരു ടൈപ്പ് എറർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നെങ്കിൽ ആ വേരിയബിൾ ചേഞ്ച് ചെയ്യുക, അത് ഡിസേർഡ് ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു റിട്ടേൺ ടൈപ്പ് ചേഞ്ച് ചെയ്യുക, നമ്മളൊരു ബൂളിയൻ വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും സൊല്യൂഷൻ. നമ്മളിപ്പോൾ റൺ ചെയ്താൽ നമുക്ക് ആ എറർ പോയിട്ട് വാല്യൂ പ്രിൻ്റ് ആവുന്നതാണ്. വെയിറ്റ്, നമ്മൾ ട്രൂ ആണ് പ്രിൻ്റ് ആയിട്ടിരിക്കുന്നത്, നമ്മൾ ആ നെയിം പ്രിൻ്റ് ആക്കാം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ആ എറർ ഒന്നും ഇല്ലാണ്ട് ആ വേരിയബിൾ സ്റ്റോറായി നമുക്ക് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഓപ്പറേറ്റേഴ്സിലേക്ക് പോകാം. ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ എം ടി ആണ്, നമുക്കൊരു പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ മെയിനിൽ ഒരു ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ആ ടോട്ടൽ എമൗണ്ട് റിട്ടേൺ ചെയ്യണം. സോ കാൽക്കുലേറ്റ് ടോട്ടൽ എമൗണ്ട്. ഓക്കെ, നമ്മൾ ആ ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഫംഗ്ഷൻ്റെ സിൻടാക്സ്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ബോഡി കൊടുത്തിട്ടുണ്ട്. ബോഡി മീൻസ് ഒരു ഫംഗ്ഷൻ്റെ ബോഡിയാണ് നമ്മൾ ഓപ്പൺ ക്ലോസ് കേളി ബ്രാസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫംഗ്ഷൻ്റെ ബോഡി.
ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷന്റെ ബോഡിക്കുള്ളിലാണ് എന്തൊക്കെയാണ് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കോഡ് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നമുക്കിപ്പോൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് ഒരു ടോട്ടൽ എമൗണ്ട് ആണ്. ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു രണ്ട് വാല്യൂസ് തമ്മിൽ കൂട്ടുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ റിസൾട്ട് ആണ് നമുക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. സോ നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇൻറ്റീജർ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസിലേക്ക് നോക്കാം. രണ്ട് വേരിയബിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പ്രൈസ് 20. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആക്കാം. നമുക്കൊരു ലിസ്റ്റ് ഓഫ് തിങ്സിൻ്റെ പ്രൈസ് കൊടുക്കാം. എക്സാമ്പിൾ ലാപ്ടോപ്പ് 20K, മൗസ് 2. ഓക്കെ, നമുക്കിപ്പോൾ ഈ ലാപ്ടോപ്പ് മൗസിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ വാല്യൂസ് ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സമ്മ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ലാപ്ടോപ്പ് മൗസും ആഡ് ചെയ്തിട്ട് നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മളത് സ്റ്റോർ ഇപ്പോൾ വാല്യൂ രണ്ടും ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷനിൽ തന്നെ നമ്മൾ വേറൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്, ഇൻറ്റ് ടോട്ടൽ. ഓക്കെ, ഈ ടോട്ടലിലേക്ക് ഈ രണ്ട് വേരിയബിളും ആഡ് ചെയ്തിട്ട് ഈ ലാപ്ടോപ്പ് മൗസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോവാണ്. സോ ലാപ്ടോപ്പ് പ്ലസ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുകയാണ്, പ്ലസ് മൗസ്. നമ്മൾ ആ രണ്ട് വേരിയബിളിലും ഇരിക്കണ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്യേണ്ടത് ഈ ടോട്ടലാണ്. ബാക്കി രണ്ട് വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്ത് ടോട്ടലിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ടോട്ടലാണ്. സോ നമ്മൾ റിട്ടേൺ കൊടുക്കുക, ടോട്ടൽ കൊടുക്കുക, സെമികോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഫംഗ്ഷൻ ആ ടോട്ടൽ എമൗണ്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഈ വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്കിനി അത് പ്രിന്റ് ചെയ്ത് നോക്കാം, വാല്യൂ എന്താണ് റിട്ടേൺ ചെയ്യുന്നതെന്ന്. നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ 22 ആണ്. കാരണം 20 + 2 22 നമ്മൾ ഈ ഫംഗ്ഷനിൽ റിട്ടേൺ ആയിട്ട് ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ആയി ഇവിടെ പ്രിന്റ് ആകേണ്ടതുണ്ട്. നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നോക്കാം, നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ഒരു റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഇൻറ്റീജർ ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡൈനാമിക് ഫംഗ്ഷൻ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. നമുക്ക് മോർ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ഇൻറ്റെന്ന് കൊടുക്കാം. ഇപ്പോൾ ഒരു മോർ സ്പെസിഫിക് ആയി, നമ്മളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ പ്രിന്റ് ചെയ്താൽ 22 അവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് രണ്ട് വേരിയബിളിനെ ആഡ് ചെയ്ത് ആ വേരിയബിൾ ഒരു ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്തിട്ട് നമ്മളൊരു അനദർ വേരിയബിൾ സ്റ്റോർ ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളതൊരു വേറൊരു ഫംഗ്ഷനിലാണ് ആക്സസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ടോട്ടൽ എമൗണ്ട് എന്നുള്ളൊരു ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾസിനെ ആഡ് ചെയ്തിട്ട് നമ്മൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കോൾ ചെയ്ത്
ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫങ്ഷൻ കോളിങ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, അതൊരു വേരിയബിളൊക്കെ അസൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ റിയൽ ലൈഫിൽ നിറയെ സിനാരിയോസ് നമ്മളിങ്ങനെ ഫങ്ഷൻ കോളിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ആഡ് ടു കാർട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോൾ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ കാർട്ടിൽ നിറയെ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലേ, അതിൻ്റെ ടോട്ടൽ അമൗണ്ട് ആ ബട്ടണിൽ കാണിക്കുന്നുണ്ട്, പേ പേ നൗ എന്ന് പറഞ്ഞിട്ട്. സോ അതൊക്കെ ഒരു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ടോട്ടൽ എമൗണ്ട് റിട്ടേൺ ചെയ്യുന്നതാണ്. ടോട്ടൽ പ്രോഡക്റ്റ് ലൂപ്പ് ത്രൂ ചെയ്തിട്ട് അതിലിരുന്ന് എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് റിട്ടേൺ ചെയ്തിട്ടാണ് ആ പ്രൈസ് അവിടെ കാണിക്കുന്നത്. സോ റിയൽ ലൈഫിൽ മോസ്റ്റ്ലി നമ്മൾ നിറയെ ഫങ്ഷൻ കോൾസ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സിലേക്ക് പോവാം. നമുക്കിപ്പോൾ ഈ ലാപ്ടോപ്പ് മൗസ് എന്ന് രണ്ട് വേരിയബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ എനിക്കിപ്പോൾ ഇത് മൈനസ് ചെയ്ത് കാണിക്കണം. ലാപ്ടോപ്പിലിരുന്ന് മൗസിൻ്റെ പ്രൈസ് കുറച്ചിട്ട് എനിക്കവിടെ റിട്ടേൺ ചെയ്യണം. സോ സോ 18 വന്നിട്ടുണ്ട്, നമ്മളവിടെ കുറച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു മൈനസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തത് കൊണ്ട് നമ്മൾ ആ വാല്യൂ മൈനസ് ചെയ്താണ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പം മൈനസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ലാപ്ടോപ്പിനെ മൗസിൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സോ 14. ഓക്കെ, 20 ഇൻറ്റു 2 14 ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാപ്ടോപ്പിൻ്റെ പ്രൈസ് 20 ഇൻറ്റു 2. ഓക്കെ, സോ ഇതാണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. സോ അത് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് 14 പ്രിൻ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഡിവിഷൻ ഓപ്പറേറ്റർ. സോ ഒരു സ്ലാഷ് കൊടുത്താൽ ഡിവിഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു ടൈപ്പ് എറർ കാണിക്കുന്നത്. മോസ്റ്റ്ലി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ എക്സാക്റ്റ് ഇൻറ്റീജർ വാല്യൂ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. സോ അതിന് പോയിന്റ് വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്കിവിടെ എറർ വരുന്നത്. സോ നമ്മൾ അതൊരു ഡൈനാമിക് വാല്യൂ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതൊരു ഡൈനാമിക് ഫങ്ഷൻ ആയിട്ട് കൊടുത്ത്, ബട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇവിടെ എറർ വരും, കാരണം ഇതൊരു ഡബിൾ വാല്യൂ ആണ്. ഓക്കെ, 10 വന്നിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഇൻറ്റീജർ കൊടുത്താൽ ആ പ്രോഗ്രാം, ഓക്കെ, അത് നമ്മൾ കോഡ് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് എറർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് ചാൻസ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡബിൾ വാല്യൂ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡബിൾ വാല്യൂ വരുന്ന ഒരു കാൽക്കുലേഷൻസ് കൊടുത്തിട്ട് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം. Wait. 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇപ്പം എറർ വന്നിട്ടുണ്ട്, കാരണം ഒരു പോയിന്റ് വാല്യൂ ആണ്. മുൻപ് നമുക്ക് എറർ വരാത്ത കാരണം ഇതൊരു ഡൈനാമിക് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിളിന് വാർ കൊടുത്തിട്ടുണ്ട്, നമ്മളിവിടെ ടൈപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ ടൈപ്പ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല എറർ വന്നിട്ടും. നമ്മളൊരു ഡബിൾ ടൈപ്പ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ റൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഈ കേസിൽ
3നെ 20 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതൊരു ഡബിൾ വാല്യൂ ആയിട്ട് റിട്ടേൺ ആയി. സോ അതിവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഇൻറ്റീജർ അക്സെപ്റ്റ് ചെയ്യില്ല ആ വാല്യൂവിന്, കാരണം അതൊരു ഡബിൾ വാല്യൂ ആണ്. സോ ഇൻറ്റീജർ സ്റ്റോർ ചെയ്യില്ല. ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. സോ നമ്മൾ ഈ കേസിൽ ഇവിടെ ഒരു 2 വന്നാൽ, സോ ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും 2 കൊണ്ട് 20നെ. സോ നമുക്കൊരു 10 എന്ന് വാല്യൂ വരും. സോ ആ 10 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് കൊണ്ട് അതൊരു ഡബിൾ വാല്യൂ ആയിട്ട് അവിടെ റിട്ടേൺ ആവുന്നില്ല. സോ ഈ കേസിൽ നമുക്ക് അവിടെ എറർ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള കേസിൽ സോ നമുക്കിപ്പോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് മനസ്സിലാവും. സോ സം കേസസിൽ നമ്മൾ യൂസർ ഇൻപുട്സ് എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല യൂസർ എന്തൊക്കെ വാല്യൂസ് ആണ് കൊടുക്കുന്നതെന്ന്. സോ ആ കേസിൽ എറർ ഹാൻഡിലിങ്ങിന് ബെറ്റർ ആയിട്ട് നമ്മളൊരു ടൈപ്പ് കൊടുത്ത് ചെയ്താൽ നമുക്കിവിടെ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളത് ഹാൻഡിൽ ചെയ്യും അത് പെർഫെക്റ്റ് ആയിട്ട്. സോ ഞാൻ ഇവിടെ ഒരു ഡബിൾ ആയിരിക്കും റിട്ടേൺ ആവുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഡബിൾ ആയിട്ട് ചേഞ്ച് ചെയ്ത വാല്യൂവിനെ. സോ ഇനി എനിക്ക് എന്ത് വാല്യൂസ് ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. സോ 3, ഓക്കെ, പോയിന്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. 4. സോ ഈ കേസിൽ നമുക്ക് ഇൻറ്റിജർ വാല്യൂസും അക്സെപ്റ്റ് ആവുന്നുണ്ട്, ഡബിൾ വാല്യൂസും അക്സെപ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, കാരണം നമുക്ക് ഈ ഡബിൾ എന്ന് പറയുന്ന വാല്യൂവിൽ നമുക്ക് ഇൻറ്റീജറും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആക്ച്വലി. സോ ഫ്രാക്ഷൻ പോയിന്റ്സും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ എന്തൊക്കെ വാല്യൂസ് കൊടുത്താലും സോ ഇപ്പോൾ ഫങ്ഷൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എറർ ഹാൻഡ്ലിങ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും നമ്മളൊരു ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമ്മളിപ്പോൾ ഓപ്പറേറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഈ പ്രോഗ്രാംസ് ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ പല ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ട്, പല ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട്, പല ടൈപ്പ് ഓഫ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട്, പല ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങളൊരു ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ട്രയൽ ആൻഡ് എറർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് ഫങ്ഷൻസ് പോവാം സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്തിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്.